നിർത്ത്. ഇത് തന്നെയാ സ്ഥലം. എന്തിനാ ഇവിടെ ഇറങ്ങിയത്? ഇവിടെ മുഴുവൻ കാടല്ലേ? താൻ പൈസ എത്രയാന്ന് പറ. 250. എൻ്റെ ഒരു ബന്ധു ഇവിടെ താമസിക്കുന്നുണ്ട്. അവൻ ജോലി ചെയ്യുന്ന എസ്റ്റേറ്റ് അപ്പുറത്താ. ഈ കാടിനകത്ത് കാട്ടുപന്നിയും മ്ലാവും ഒക്കെ പെറ്റുപെരി കിടക്കുന്നുണ്ടെന്നാ പറയുന്നത്. നിങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ട് പോകുന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സൂക്ഷിക്കണം. ഞാൻ സാധാരണ പോകുന്ന വഴിയാ ഇത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. ശരി. ആ അർച്ചനക്കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോയാ എപ്പോഴെങ്കിലും അവൾ അറിയും അത് തൻ്റെ അനിയത്തിയുടെ കുഞ്ഞാണെന്ന്. അതിനുള്ള സമയം നമ്മൾ കൊടുക്കരുത്, സന്ദർഭം ഉണ്ടാക്കുകയും ചെയ്യരുത്. അങ്ങനൊരു സന്ദർഭം വന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെയോ തന്നെയോ അല്ല, നെല്ലിശ്ശേരിയിലെ തൻ്റെ കുഞ്ഞിനെ തന്നെ ആയിരിക്കും. ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന കാലം അത്രയും തൻ്റെ കുഞ്ഞിനത് അപകടമാണ്. സച്ചേട്ടാ, താൻ എവിടായിരുന്നു? തന്റെ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നേ? എപ്പോഴും ഓഫായി പോയതാ സച്ചേട്ടാ. ഞാൻ ശിവേന്റെ വീട് വരെ ഒന്ന് പോയതാ. ശിവേന്റെ മോളെ അവിടെ കണ്ടില്ല. വീട് തുറന്നിട്ടിരിക്കുക. ഒന്നാമത് സ്ഥലകാല ബോധമില്ലാതെ ഇപ്പൊ ശിവേന്റെ പെരുമാറ്റം. കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ട് പോയതാണോ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഞാൻ വരുന്ന വഴിയൊക്കെ നോക്കി, കണ്ടില്ല. ശിവേനെ ഒന്ന് അന്വേഷിക്കുമോ? എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. താൻ ടെൻഷൻ ആവണ്ട, ഞാൻ എന്തായാലും പുറത്തു പോകുന്നുണ്ട്. അന്നേരം ഞാൻ കൂടെ അന്വേഷിക്കാം. എന്തെങ്കിലും വിവരം കിട്ടിയാ അപ്പൊ എന്നെ ഒന്ന് അറിയിക്കണേ സച്ചേട്ടാ. ഞാൻ വിളിക്കാം. താൻ ധൈര്യമായിട്ടിരിക്കാം.